ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് ആർ എന്ന് പറഞ്ഞൊരു വെക്ടർ ഇക്വേഷൻ തന്നിട്ട് വേറൊരു വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒന്നാമത് r ഈക്വൽ ടു സം a1 പ്ലസ് ലാംഡ b1, രണ്ടാമത് r ഈക്വൽ ടു സം a2 പ്ലസ് മ്യൂ b2 എന്ന് പറഞ്ഞ ഫോർമുലയാണ് വെക്ടർ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്ന ഫോർമുല cos θ ഈക്വൽ ടു b1 dot b2 divided by modulus of b1 dot mod b2 ഇതാണ് ആംഗിൾ കാണാനുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് വെക്ടേഴ്സ് മാത്രം മതി? b1 വെക്ടർ b2 വെക്ടർ മാത്രം മതി. അപ്പോൾ b1 വെക്ടർ നോക്കിയോടെ ലാംഡ വെക്ടറിലെ b1 അപ്പോൾ ഈ ആദ്യം കിടക്കുന്നത് b1 equal to I plus 2j plus 2k, b2 വെക്ടർ 3i plus 2j plus 6k. അപ്പോൾ b1 വെക്ടർ b2 വെക്ടർ എത്തി. അടുത്ത നമുക്ക് b1 ഡോട്ട് b2 ആണ് വേണ്ടത്. അപ്പോൾ b1 ഡോട്ട് b2 കാണണം. b1 ഡോട്ട് b2 that is equal to b1 ആദ്യം എടുക്കുക. b1 എന്ന് വെച്ചാൽ I plus 2j plus 2k ഡോട്ട് b2 വെക്ടർ ഏതാ? 3i plus 2j plus 6k. ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ വേണ്ടി i കോമ്പോണന്റ്സ് നമ്മൾ ഗുണിക്കുക. ദാറ്റ് മീൻസ് ഇവന്റെ കോമ്പോണന്റ് 1, ഇവിടത്തെ i കോമ്പോണന്റ് 3. അപ്പോൾ 1 into 3 പ്ലസ് അടുത്ത j കോമ്പോണന്റ് 2 into ഇവിടെ എത്രയാണ് 2 പ്ലസ് ഇവിടത്തെ k കോമ്പോണന്റ് 2, ഇവിടത്തെ k കോമ്പോണന്റ് 6 എന്ന് വെച്ചാൽ 3 പ്ലസ് 2 × 2 4 പ്ലസ് 6 × 2 12. അപ്പോൾ 12 4 16 3 19 കിട്ടും. b1 ഡോട്ട് b2 ന്റെ വാല്യൂ 19 കിട്ടും. അടുത്ത നമ്മൾ കണ്ടെത്തേണ്ടത് വെച്ചാൽ b1 ഡോട്ട് b2 കണ്ടെത്തിയ സ്ഥിതി അടുത്ത നമ്മൾ കണ്ടെത്തേണ്ടത് മോഡ് b1 വേണം. അപ്പോൾ മോഡ് b1 എന്ന് വെച്ചാൽ b1 വെക്ടേഴ്സിന്റെ കമ്പോണന്റ്സിന്റെ സ്ക്വയേഴ്സ്. b1 ന്റെ 1 i ന്റെ കോമ്പോണന്റ് 1, അപ്പോൾ 1 സ്ക്വയർ പ്ലസ് അവിടെ j യുടെ കോമ്പോണന്റ് 2 സ്ക്വയർ പ്ലസ് k യുടെ കോമ്പോണന്റ് 2 സ്ക്വയർ that is equal to root 1 plus 4 plus 4 is equal to root 9 എന്ന് കിട്ടും. is equal to 3 എന്ന് കിട്ടും. അടുത്ത b2 ന്റെ മോഡുലസ് ആണ് വേണ്ടത്. that is root b2 ന്റെ ഫസ്റ്റ് കോമ്പോണന്റ് i കോമ്പോണന്റ് 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് കിട്ടും. is equal to root 3 ന്റെ സ്ക്വയർ 9, 2 ന്റെ സ്ക്വയർ 4, 6 ന്റെ സ്ക്വയർ 36 എന്ന് വെച്ചാൽ റൂട്ട് 36 4 40 49 റൂട്ട് 49 എന്ന് കിട്ടും. അവന്റെ വില 7 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ കാണാൻ cos θ is equal to b1 dot b2 by mod b1 mod b2 ഇതാണ് ഫോർമുല. എടുത്ത് കൊടുക്കുമ്പോൾ b1 dot b2 ഞാൻ കണ്ടെത്തി എത്ര കിട്ടി? 19 എന്ന് കിട്ടി. ബൈ mod b1 ന്റെ വില 3 into mod b2 ന്റെ വില 7. that means 19 by 21 കിട്ടി. അപ്പോൾ cos θ എന്ന് കിട്ടിയത് 19 by 21. അപ്പോൾ θ യുടെ വില എന്ന് വെച്ചാൽ cos ന്റെ ഇൻവേഴ്സ് 19 by 20. പറയുള്ളൂ.